ട്രെയിലറൊക്കെ പൊളിച്ചിട്ട് വർക്കുണ്ട്. ഓക്കെ എന്താ ബ്രോ? ഒന്നുമില്ല, നിങ്ങൾ സെലിബ്രിറ്റി അല്ലേ ബ്രോ? ഏത് പടം കാണാനാണ്? അപ്പോൾ ഉണ്ണി മുകുന്ദനും ഓൺലൈൻ മീഡിയയും തമ്മിലുള്ള ഒരു വിഷയം. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിഷയമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ ഒരു ഓൺലൈൻ മീഡിയക്കാരനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഫോൺ പിടിക്കുന്നത്. അപ്പോൾ ഫോൺ പിടിച്ചപ്പോഴത്തേക്ക് നൈസായിട്ട് ആ ഫോൺ പിടിച്ച് പോക്കറ്റാന്ന് ഇട്ടിട്ട് പുള്ളി പോകുന്ന പോലെ കാണിച്ച് ലാസ്റ്റ് തിരിച്ച് കൊടുത്ത ആ ഒരു ഫോൺ. അപ്പോൾ എനിക്ക് ആ ഒരു വിഷയം അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ കാണിച്ചത് മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം അവൻ്റെ ഫോൺ തിരിച്ചു കൊടുക്കരുതാർന്ന്, അത് അവിടെ ഇട്ട് അടിച്ച് പൊട്ടിക്കണമായിരുന്നു, അല്ലെങ്കിൽ അത് മേടിച്ചിട്ട് പോകണമായിരുന്നു. കാര്യം ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ അടുത്തേക്ക് ഇത് ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് വന്ന അവൻ്റെ ഫോൺ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഓരോരുത്തർക്കും ഒരു പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഓൺലൈൻ മീഡിയക്കാർ ഇപ്പം കാണിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആണോ? സെലിബ്രിറ്റി ആണെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അവനെ നമുക്ക് എന്തും ചെയ്യാം. അത് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നമുക്ക് ഫോൺ പിടിക്കുക, അവൻ്റെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഇനി അവനെങ്ങാനും അറിയാതെ എന്തെങ്കിലും മണ്ടത്തരം പറ്റിക്കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് നമുക്ക് നാട്ടുകാരെ കാണിക്കാം, എന്നിട്ട് അതുവഴി നമുക്ക് റീച്ച് ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടീംസാണ് ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ് എന്ന് പറഞ്ഞാൽ. കാര്യം ഒരു പാപ്പരാസി എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പ്. അപ്പം ആ ഒരു സംഭവം ഇപ്പം ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിനകത്ത് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഇവന്മാരുടെ ഈ ഊളത്തരങ്ങൾ പിന്നെ ഇതും കൊണ്ടൊന്നും തീരൂല കേട്ടോ. അതായത് ഇപ്പം ഈ ഉണ്ണിമൂന്തനൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണിമൂന്തൻ ഈ ഒരു സിറ്റുവേഷനകത്ത് ഉണ്ണിമൂന്തൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ ചെയ്യാറുണ്ട്. അത് അങ്ങനത്തെ ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ണിമൂന്തൻ്റെ സ്ഥാനത്ത് വല്ല നടിമാരൊക്കെ ആണെന്ന് വിചാരിച്ചു. അപ്പന്മാരെ മാറും. അപ്പന്മാർ ഈ ഒരു ആംഗിളിൽ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇവന്മാർ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. എന്നിട്ട് കറക്റ്റായിട്ട് അങ്ങനെ അവർ വല്ല കുനിയണതോ അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്ന ഒരു തംബ്നെയിൽ എടുത്തിട്ട് ഇവന്മാർ തംബ്നെയിലായിട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറേ എണ്ണങ്ങൾ അത് കുത്തി നോക്കും. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഇവന്മാർ ഇങ്ങനത്തെ ഓരോ പണിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒരാളുടെ പ്രൈവസി മാനിച്ചിട്ട് അല്ലെങ്കിൽ അയാളോടൊന്ന് അനുവാദം ചോദിച്ചിട്ടെങ്കിലും വീഡിയോ എടുക്കുക. ഒരാളുടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണേയുള്ളൂ. അപ്പം അയാളുടെ അനുവാദം ചോദിച്ചിട്ട് എടുക്കുക. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് നേരെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് അത് വല്ല വിവാദമൊക്കെ ആകുമ്പോഴേക്കും ഈ ആരാണോ അതിനകത്തുള്ള സെലിബ്രിറ്റി അവർ പോലും അറിയണത്. എൻ്റെ വീഡിയോ ഈ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അവർ പോലും അപ്പോഴേക്കും അറിയണത്. അങ്ങനത്തെ അവസ്ഥേനകത്ത് കൂടെയൊക്കെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പം ഇത്തിരിയെങ്കിലും ഫേമസ് ആവാനായിട്ട് എല്ലാവരും പേടിക്കുന്നത് തന്നെ ഇതേപോലുള്ള ടീംസിനെയൊക്കെ പേടിച്ചിട്ടാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ വരും. പക്ഷെ അതൊക്കെ ഭൂരിഭാഗം പേരും നമ്മളോട് ചോദിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ചോദിക്കാതെ എടുക്കുന്നവരുണ്ടെങ്കിലും അതിനൊരു പരിധി ഉണ്ടായി. കാര്യം അതൊരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ സെലിബ്രിറ്റികൾ ഇതാവണം. ശിവന്മാരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമേനകത്ത് നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് തല കാണിച്ചാൽ മതി, അപ്പം തന്നെ ഇതുങ്ങളൊക്കെ ഈ ഒരുമാതിരി തേനീച്ച കൂട്ടത്തിന് തേൻ്റെ കൂടെ ഈച്ച പൊതിഞ്ഞ് നിൽക്കണ പോലെയാണ് ഇവന്മാർ വന്ന് പൊതിയണത്. അപ്പം ഇത്രയും പൊതിയാൻ മാത്രമൊക്കെ ഇവരൊക്കെ എന്താണ് ചെയ്തതെന്നുള്ളത് വേറൊരു കേസ്. അതായത് ചെറിയ എന്തെങ്കിലും റോളൊക്കെ അഭിനയിച്ചവരുടെ അടുത്ത് പോലും ഇവന്മാർ പോയിട്ട് ഇങ്ങനെ നടന്ന് മെയിനായിട്ട് നടിമാരുടെ അടുത്താട്ടെ. ഇപ്പം ഈ ഉണ്ണിമുന്തനൊക്കെ ഇത്രയും അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ടാണ് ഉണ്ണിമുന്തനൊക്കെ പുറകെ ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ വല്ല നടിമാരൊക്കെ ആണെങ്കിൽ ഇവന്മാർ വിടൂല. കാര്യം അമ്മാതിരി ഇങ്ങനെ പുറകെ കിടക്കും. ഓരോ ആംഗിളിൽ ഇങ്ങനത്തെ ആംഗിൾ പുറയുന്നുള്ള ആംഗിൾ എല്ലാ ആംഗിളിൽ നിന്ന് ഇവന്മാർ മാറി ഇങ്ങനെ എടുത്തിട്ട് അതുകൊണ്ട് പബ്ലിക്കിനകത്തേക്ക് കിട്ടേണ്ടിരിക്കുക. അപ്പോൾ ഇവന്മാരെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഇതിനെതിരെ ഒരു നടപടികളോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് ഇതൊന്നും നിർത്തുമെന്ന് നമുക്ക് തോന്നുന്നുള്ള. അത് അത്രയും ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സംഭവം. അപ്പം ഇതിനെന്നും ഒരു ഇത് മാറ്റമൊന്നും ഉണ്ടാവുന്നെങ്കിൽ തോന്നുന്നില്ല. ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ കൂടി വരാൻ തന്നെ സാധ്യതയുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും കുറയുമെന്നൊന്നും എനിക്ക് യാതൊരു വിശ്വാസമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഈ സെലിബ്രിറ്റികൾ തന്നെ ഇതിനെന്തെങ്കിലും എതിരെ പ്രതികരിച്ച് കഴിഞ്ഞാലാണ് ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുള്ളൂ. പിന്നെ ഇതൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ കേസ് വേറെ, അങ്ങനെയുള്ളവരെ ആസ്വദിച്ചോട്ടെ. പക്ഷേ ഇത് ഭൂരിഭാഗം പേര് ഇത് അരോചകമായിട്ടാണ് അവർക്ക് തോന്നുന്നതെന്നാണ് എനിക്ക് കണ്ടപ്പോഴത്തേക്കും തോന്നിയതെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ
അവർക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ പ്രൈവസി എന്ന് പറഞ്ഞൊരു കാര്യത്തിനോട് ഇത്തിരിയെങ്കിലും ഒരു ഇതുണ്ടാവും. പക്ഷെ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും ഇവന്മാർ സമ്മതിക്കില്ല. ഇവന്മാർ നമ്മളിപ്പോൾ സെലിബ്രിറ്റി ആണോ ഒന്നും അവന് പ്രൈവസി ഇല്ല എന്നുള്ള ആ ഒരു ചിന്താഗതിനകത്താണ് ഇവന്മാർ നടക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ളതിനൊക്കെ എന്തെങ്കിലും ഒരു നടപടിയും കാര്യങ്ങളൊക്കെ വരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വെച്ച് നിർത്തണേണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാനുള്ള? നിങ്ങൾ ആരുടെ ഭാഗത്താണ്? ഈ ഓൺലൈൻ മീഡിയയുടെ ഭാഗത്താണോ അല്ലെങ്കിൽ ഉണ്ണിമുന്തൻ്റെ ഭാഗത്താണോ? എല്ലാം വീഡിയോയുടെ കമന്റ്. പിന്നെ നമ്മളിപ്പോൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഓൺലൈൻ മീഡിയകൾ കൊണ്ട് കുറേ പ്രൊമോഷനുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു സൈഡും കൂടെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു സൈഡാണ്. ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയനെ നമ്മൾ കുറ്റം പറയുമ്പോഴും എല്ലാ ഓൺലൈൻ മീഡിയകളും ഒരു ഭൂരിഭാഗം ഓൺലൈൻ മീഡിയകൾ ഇങ്ങനെ തന്നെയാണ്, അതിൽ ഉളത്തരങ്ങൾ കാണിച്ചിട്ട് തന്നെയാണ് ഉമ്മാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ലൈംഗിക താല്പര്യം മുതലെടുത്തിട്ടും അല്ലെങ്കിൽ ഇതേപോലെ ഓരോ സെലിബ്രിറ്റികളിൽ അവരെ അനുവാദമില്ലാതെ ഇങ്ങനെ ഓരോ അതും ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റുന്നത് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇവന്മാർ മെയിനായിട്ട് റീച്ച് ഉണ്ടാക്കുന്നത്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ പണി ചെയ്യുന്നത്. അത് ശരിയാണ്. പക്ഷേ ഇവന്മാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്തിരി പോലും അവർക്കൊരു വില കൊടുക്കാത്ത രീതിക്കാണ് ഇവന്മാരുടെ ഈ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ടും ഇവരെയൊക്കെ ഇത്രത്തോളം ആൾക്കാർ വിമർശിക്കുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റീസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരെത്ര പേര് ഈ നീലക്കുയിലിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പച്ചക്ക് ഊക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവന്മാർ ഒരു ഉളുപ്പില്ലാണ്ട് പിന്നെ ഇവന്മാരുടെ പുറകെ ഇങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കും. മെയിനായിട്ട് ഇപ്പോൾ ഞാൻ കണ്ടതായ മറ്റേ സാനി അയ്യപ്പൻ്റെ ഒക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായല്ലോ, സാനി അയ്യപ്പനൊക്കെ ഏത് ഈ നീലക്കുയിൽ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇഷ്ടംപോലെ സെലിബ്രിറ്റികൾ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെയുള്ള ഇവരെയൊക്കെ ഇങ്ങനെ ഊക്കി വിടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നാൽ ഇവർക്കൊന്നും ഒരു ഉളുപ്പില്ലാന്ന് ഈ പണിക്കൊക്കെ ആരെ പോകുമെന്ന് എനിക്ക് മനസ്സിലാവുള്ള. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനലക്കാർ ഇപ്പോൾ നീലക്കുയിലാണെന്ന് വിചാരിച്ചു, അവരിപ്പോൾ ഇങ്ങനെ ഒരാളെ പണിക്ക് നിർത്തണേണ്. അപ്പോൾ അവർ എന്തെന്നും പറഞ്ഞാൽ പണിക്ക് നിർത്തണമാകും. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പോകുമ്പോഴത്തേക്ക് നീ ഫോണും പിടിച്ചിട്ട് നിൻ്റെ പുറകെ അവരുടെ പുറകെ ഇങ്ങനെ മണപ്പിച്ച് ഇങ്ങനെ നടക്കണം. എന്നിട്ട് ഇങ്ങനെ അവരുടെ പുറകെ ഇങ്ങനെ നടന്ന് അവരെവിടെയെങ്കിലും ഇപ്പോൾ കുനിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അങ്ങ് സൂം ചെയ്ത് എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവനെയൊക്കെ പണിക്ക് നിർത്തണം. എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കണേ. പിന്നെ എത്ര രൂപ മറ്റേ നിഖിലാവിമലാണെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം ചോദിച്ചത്, ഇതിനൊക്കെ വല്ലതും കിട്ടുന്നുണ്ടാ, പൈസ കിട്ടുന്നുണ്ടാന്നൊക്കെ ചോദിച്ചല്ല. അപ്പോൾ അതാണ് എല്ലാവരും പച്ചയ്ക്ക് ഊക്കി വിടുന്നതാണ്. പക്ഷേ ഇവന്മാർക്കൊന്നും ഒരു ഉളുപ്പില്ലാണ്ട് പിന്നെയും ഇവരുടെയൊക്കെ പുറകെ ഇങ്ങനെ നടന്നിട്ടിരിക്കണേ. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രൊമോഷൻ സൈഡും കൂടെ ഇതിൻ്റെ ബാക്കിനകത്തുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കിട്ടുന്ന പ്രൊമോഷന് വല്ല കാര്യമുണ്ട്? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കണം. ഇങ്ങനെ കിട്ടുന്ന പ്രൊമോഷന് കൊണ്ട് എന്താണ് കാര്യം? അതായത് വില കളഞ്ഞിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ടാക്കി അത് വെച്ചിട്ട് നിങ്ങളുടെ സിനിമേനെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഇറക്കുന്നത് അതിനെ റീച്ചാക്കാൻ നോക്കുന്നത് അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനി പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി എന്നാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉളത്തരങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും ചിലർക്കാണെങ്കിൽ ഫേമസ് ആയാൽ മതി. അപ്പം അങ്ങനെ നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയനകത്ത് തന്നെ ഇഷ്ടംപോലെ എണ്ണത്തിന് നമുക്ക് കാണാൻ പറ്റും. തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോയാൽ മതി, നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ പറ്റും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഇതൊക്കെ കാണിക്കണതെന്ന് അവർക്ക് തന്നെ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടി. ഇങ്ങനെ ഫേമസ് ആയിട്ട് ഇവർക്ക് എന്താണാവോ ഗുണം? ഇങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ തന്നെ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. അപ്പം ഇത്രയും ഇതൊക്കെ കാണിച്ച് ഇവരൊക്കെ എങ്ങാനും ഫേമസ് ആയി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനകത്തേക്ക് ഇവർക്ക് തോന്നുന്നത് ഇതേപോലത്തെ ഇതൊന്നും ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ അപ്പം പറ്റൂല, അപ്പം കിടന്ന് കരഞ്ഞിട്ടിരിക്കും. അപ്പോൾ എനിക്ക് അത്രയാണ് ഈ ഒരു ഇതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതേപോലുള്ള ഈ സംഭവങ്ങളൊക്കെ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും അവിടെ ഇറക്കട്ടെ. അപ്പോൾ എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ, ബൈ, സീ യു.